ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. റെസിപ്രോക്കൽ താരിഫ് എന്ന ആയുധം ഉപയോഗിച്ച് ലോകരാജ്യങ്ങളെ മുഴുവൻ വരുതിയിലാക്കാൻ ശ്രമിക്കുന്ന ട്രംപ് കഴിഞ്ഞ ദിവസമാണ് US-ലെ ഒരു ഇൻ്റർനാഷണൽ ട്രേഡ് കോർട്ട് ഈ താരിഫുമായിട്ട് ട്രംപ് മുന്നോട്ട് പോകുന്നത് അദ്ദേഹത്തിൻ്റെ അമിത അധികാരം ഉപയോഗിക്കലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ വിലക്കിയത്. അപ്പോൾ അത് US മാർക്കറ്റിൽ മാത്രമല്ല ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റുകളൊക്കെ മൊത്തത്തിൽ വലിയൊരു ആശ്വാസമായിട്ടൊരു വാർത്തയായിട്ടായിരുന്നു കണ്ടിരുന്നത്. എന്നാൽ അതിന് അല്പം ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നലെ തന്നെ ട്രംപ് അതിന് അപ്പീൽ പോകുമെന്ന് സൂചന നൽകിയിരുന്നു. അപ്പോൾ ആ ഒരു അപ്പീലെ അംഗീകരിച്ചുകൊണ്ട് വാഷിങ്ടണിലുള്ള ഫെഡറൽ സർക്യൂട്ടിലെ ആ ഒരു അപ്പീൽ കോർട്ട് ട്രേഡ് കോർട്ടിൻ്റെ വിധിയെ തടഞ്ഞിരിക്കുകയാണ്. പരാതിക്കാരോട് 5-ാം തീയതി അതിൻ്റെ റെസ്പോൺസ് കൊടുക്കാനും അതേപോലെ ഗവൺമെൻറ്റിനോട് 9-ാം തീയതി അതിൻ്റെ റെസ്പോൺസ് കൊടുക്കാനുമാണ് ഉത്തരവിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ ആ ഒരു താരിഫിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള വിധിക്ക് ശേഷം US മാർക്കറ്റിൽ നല്ലൊരു പോസിറ്റീവ് മൂവ് നമ്മൾ കണ്ടതാണ്. അവിടെ US ഫ്യൂച്ചേഴ്സൊക്കെ അപ്പായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് കാണാൻ കഴിയും US ഫ്യൂച്ചേഴ്സൊക്കെ ഡൗൺ ആയതായിട്ട് എല്ലാം നെഗറ്റീവിൽ വരുന്നതായിട്ട് കാണാൻ പറ്റും. കൂടാതെ ഡോളർ ഇൻഡെക്സ് അത് 99ലേക്ക് തിരിച്ചു വരുന്നത് കാണാം. ഇന്നലെ അത് 100-ന് മുകളിലേക്ക് പോയിരുന്നു. ഇത് കൂടാതെ തന്നെ അമേരിക്കയിൽ ഇന്നലെ വന്നിട്ടുള്ള GDP-യുടെ അപ്ഡേറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തത് -0.3% ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു GDP ഗ്രോത്ത് ആണ്. പക്ഷെ ഇവിടെ സംഭവം നെഗറ്റീവ് തന്നെയാണ് വന്നതെങ്കിലും അത് പ്രതീക്ഷ അത്ര മോശമായിട്ട് വന്നിട്ടില്ല. -0.2% ആണെന്ന് കാണാൻ കഴിയും. പക്ഷേ എങ്കിൽ പോലും GDP-യുടെ ഒരു കോൺട്രാക്ഷൻ അല്ലെങ്കിൽ GDP-യുടെ ഒരു ഡീഗ്രോത്ത് അത് തീർച്ചയായിട്ടും കഴിഞ്ഞ 3 വർഷത്തിൽ ആദ്യമായിട്ടാണ് US മാർക്കറ്റിൽ കാണുന്നത്. അപ്പോൾ അത് ഇപ്പോൾ ട്രംപിൻ്റെ ഈ താരിഫൊക്കെ വീണ്ടും ചർച്ചകളിലേക്ക് വരുന്നതോടുകൂടി ഇതിൻ്റെ പരിസമാപ്തി എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യമാണ്. ഏതായാലും ട്രംപിന് അപ്പീൽ ലഭിച്ചത് കാരണം നമുക്ക് വേൾഡ് മാർക്കറ്റിൽ തന്നെ അത് വീണ്ടും ഒരു ഡൗൺ ട്രെൻഡിലേക്ക് പോകാൻ കാരണമായിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലും അത് ദോഷകരമായി ബാധിച്ചായിട്ട് കാണാം. പ്രത്യേകിച്ച് ഇന്നലെ ഓട്ടോ, IT, മെറ്റൽ, ഫാർമ പോലെയുള്ള എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സെക്ടറുകളിൽ നല്ല മുന്നേറ്റം ഉണ്ടായിരുന്നു. അത് മൊത്തത്തിൽ റദ്ദ് ചെയ്തുകൊണ്ട് ഇന്ന് കംപ്ലീറ്റ് ഈ സെക്ടറുകളൊക്കെ ആ മുന്നേറ്റം ഇല്ലാതാക്കിക്കൊണ്ട് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇന്ന് സെക്ടോറൽ ഇൻഡെക്സിൽ ഏറ്റവും നല്ല ഗെയിൻ നേടിയിട്ടുള്ളത് PSU ബാങ്ക് ഇൻഡെക്സ് ആണെന്ന് കാണാം. നിഫ്റ്റി ഇന്ന് നെഗറ്റീവായിട്ടും ബാങ്ക് നിഫ്റ്റി ഇന്ന് പോസിറ്റീവാണ്. ആ ബാങ്ക് നിഫ്റ്റിയുടെ പോസിറ്റീവാനുള്ള പ്രധാന കോൺട്രിബ്യൂഷൻ നടത്തിയത് PSU ബാങ്കുകളാണെന്ന് കാണാൻ കഴിയും. അപ്പോൾ PSU ബാങ്ക് ഇൻഡെക്സിലുള്ള 12 സ്റ്റോക്കുകളും ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിരുന്നു. അവിടെ ചില സ്റ്റോക്കുകൾ 4 മുതൽ 5% വരെ റാലി നടന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ മഹാരാഷ്ട്ര ബാങ്ക്, യൂക്കോ ബാങ്ക്, IOB, യൂണിയൻ ബാങ്ക്, സെൻട്രൽ ബാങ്ക്, പഞ്ചാബ് സിന്ധ് ബാങ്ക്, കനറ ബാങ്ക് പോലെയുള്ള സ്റ്റോക്കുകളൊക്കെ ഇന്ന് 4 മുതൽ 5% വരെ അപ്സൈഡ് പോയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ PSU ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ത്യയിലെ PSU ബാങ്കുകൾ ഒരു ടേൺ അറൗണ്ട് സ്റ്റോറി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. അപ്പോൾ ആ ബാങ്കിങ് സെക്ടറിൽ റെക്കോർഡ് പ്രോഫിറ്റ് ആണ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. 3.71 ട്രില്യൺ റുപ്പീസിന്റെ ഒരു പ്രോഫിറ്റ് ആണ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രോഫിറ്റബിലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടാനുള്ള കാരണം ലെൻഡിങ് ഇൻകം വർദ്ധിച്ചതും അതുകൂടാതെ നോൺ പെർഫോമിംഗ് അസറ്റുകൾ വലിയ തോതിൽ കുറഞ്ഞതും കൂടാതെ പ്രോഫിറ്റിൽ ഒരു 26% ഒരു വർധനവ് ഈ PSU ബാങ്കുകളിൽ മൊത്തത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഏകദേശം പ്രൈവറ്റ് ബാങ്കിനോട് അടുത്ത് നിൽക്കുന്ന ഒരു ഏർണിങ്സ് ആണെന്നും കാണാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് PSU ബാങ്ക് സ്റ്റോക്കുകളിൽ ഇന്ന് ശക്തമായ റാലി നടക്കാനുള്ള ഒരു കാരണമായിട്ട് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇന്നത്തെ നിഫ്റ്റിയുടെ ഈ ഒരു നെഗറ്റീവ് ക്ലോസിങ് ഏകദേശം 82 പോയിന്റോളം താഴെയാണ് നിഫ്റ്റി 50 ക്ലോസ് ചെയ്തത്. അപ്പോൾ ബ്രോഡ് മാർക്കറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലാർജ് ക്യാപ് സ്റ്റോക്കുകളും മിഡ് ക്യാപ് സ്റ്റോക്കുകളും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തെങ്കിലും സ്മോൾ ക്യാപ്പ്, മൈക്രോ ക്യാപ്പ് ഇന്നും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ ഗ്രീഡ് സോണിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ വലിയ തോതിൽ ഈ സ്മോൾ ആൻഡ് മൈക്രോ ക്യാപ്പിലുള്ളത് കൊണ്ട് തന്നെ ടോട്ടൽ മാർക്കറ്റിൽ സ്റ്റോക്കുകളുടെ ബൈങ് കൂടുതൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ട് NSEയുടെ ഭാഗത്തു നിന്ന് വന്നതായിട്ട് കാണാം. അപ്പോൾ ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്പോൾ ഏപ്രിൽ മാസത്തിൽ നിഫ്റ്റിയിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റം ഉണ്ടായിരുന്നു. ഏകദേശം 5% ഒരു അപ്സൈഡ് നിഫ്റ്റി 50 പോയിരുന്നു. ആ സമയത്ത് ഏകദേശം 10.1 ലക്ഷം പുതിയ ഇൻവെസ്റ്റേഴ്സ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കടന്നു വന്നതായിട്ടാണ് NSEയുടെ ആ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ ഏപ്രിൽ 2025 വരെയുള്ള ഒരു ഡാറ്റ പ്രകാരം 11.4 കോടിയുടെ രജിസ്റ്റേർഡ് ഇൻവെസ്റ്റേഴ്സാണ് NSEയിൽ കാണാൻ കഴിയുക. അപ്പോൾ അത് ഇയർ ഓൺ ഇയറിൽ 22% ഒരു ഗ്രോത്ത് ആണെന്ന് കാണാൻ കഴിയും. അപ്പോൾ ഇന്ന് നമ്മൾ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ വലിയൊരു റാലി നടന്ന സ്റ്റോക്ക് കാണാൻ കഴിയുന്നത് സുസ്ലോൺ എനർജിയാണ്. അതിൻ്റെ റിസൾട്ട് വന്നിരുന്നു. ഇന്നത് 9% അപ്സൈഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 72% വർധനവും
ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 320% വർധന ഉണ്ടായിട്ടുണ്ട്. അതുപോലെ സെയിൽസിൽ ക്വാർട്ടർലി 27% വർധനവും പ്രോഫിറ്റിൽ 205% വർധനവും കാണാൻ കഴിയും. ഇപ്പോൾ പ്രോഫിറ്റിലുണ്ടായിരിക്കുന്ന ഈ ഒരു അത്ഭുതപ്പെടുത്തുന്ന ഈ ഒരു വർധനവ് അതാണ് ഈ സ്റ്റോക്കിൽ വമ്പിച്ച ഒരു റാലിക്ക് ഇപ്പോൾ കാരണമായിട്ടുള്ളത്. പക്ഷെ ആ ഒരു റിസൾട്ട് നമ്മൾ കൂടുതലായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ കാണാൻ കഴിയുന്നത് ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആയിട്ടുള്ള 1181 കോടിയിൽ ഏകദേശം 51%, ഏകദേശം 638 കോടിയോളം അതൊരു ഡിഫേർഡ് ടാക്സ് ഇനത്തിൽ വന്നതാണ്. നമുക്കാണെങ്കിൽ എബിറ്റ മാർജിൻ 90% മാത്രമേ ഉള്ളൂ, പക്ഷെ നെറ്റ് പ്രോഫിറ്റാണ് വർദ്ധിച്ചത്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റിലെ ഈ ഒരു ഡിഫേർഡ് ടാക്സ്, അതായത് ടാക്സ് ഇനത്തിൽ ഇവർ അഡ്വാൻസ് പേ ചെയ്ത ടാക്സ് റീഫണ്ട് ചെയ്യപ്പെടുകയോ അതല്ലെങ്കിൽ കഴിഞ്ഞ വർഷം അഡ്വാൻസ് ആയിട്ട് പേ ചെയ്ത ഡിഫേർഡ് ടാക്സ് അസറ്റ് അത് ഡിഡക്റ്റ് ചെയ്യുകയോ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 600 കോടിയോളം രൂപയുടെ ഒരു ഇൻകം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ബിസിനസ് ഇൻകം അല്ല, ഈ രീതിയിലുള്ള ഒരു ഇൻകമാണ്. അപ്പോൾ അതാണ് ഈ നെറ്റ് പ്രോഫിറ്റിൽ ആഡ് ചെയ്യപ്പെട്ടിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ അതില്ലെങ്കിൽ ഏകദേശം 90% ഒരു നെറ്റ് പ്രോഫിറ്റാണ് ഉണ്ടാകുക. ഈ ഒരു 300% നമുക്ക് അവിടെ കാണാൻ കഴിയില്ല. എങ്കിൽ പോലും ശക്തമായ ഒരു റിസൾട്ടാണ് സുസ്ലോൺ എനർജി കൊണ്ടുവന്നിട്ടുള്ളത്. കൂടാതെ അതിൻ്റെ വിൻഡ് ടർബൈൻ ജനറേറ്റർ ആ ഒരു ബിസിനസ്സിലാണ് മേജറായിട്ടുള്ള കോൺട്രിബ്യൂഷൻ. ഏകദേശം 23% വരുന്നത് ആ ഒരു ബിസിനസ് സെഗ്മെന്റിൽ നിന്നാണ്. അതുപോലെ ഇവരുടെ ഓർഡർ ബുക്ക് ശക്തമാണ്. 5.6 ഗിഗാവാട്ടിന്റെ ഓർഡേഴ്സ് ഇവരുടെ കയ്യിൽ നിലവിലുണ്ട്. അതുപോലെ അവരുടെ ഒരു മാനുഫാക്ചറിങ് കപ്പാസിറ്റി 4.5 ഗിഗാവാട്ടായിട്ട് പുതിയ പ്രൊഡക്ഷൻ ലൈനിൽ കൂടി വർദ്ധിച്ചിട്ടുണ്ട്. കൂടാതെ ഫൈനാൻഷ്യൽ ഹെൽത്ത് ഇംപ്രൂവ് ആയിട്ടുണ്ട്. നെറ്റ് ക്യാഷ് റിസർവിന്റെ ആ ഒരു വളർച്ച 1943 കോടിയായിട്ട് ഉയർന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ആ ഒരു ലീവറേജ് പൊസിഷൻ വളരെ സ്ട്രോങ് ആയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്കിൽ ബുള്ളിഷാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വലിയ തോതിലുള്ള വോളിയം ഈ സ്റ്റോക്കിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മറ്റൊരു സ്റ്റോക്ക് നമ്മൾ കാണുന്നത് ഓല ഇലക്ട്രിക് ആണ്. ഇതിന്ന് വലിയ തോതിൽ ക്രാഷ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് വളരെ മോശമായിരുന്നു. ഇയർ ഓൺ ഇയർ സെയിൽസിൽ 61% ഡിപ്പായി. ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ -109% ആണ് ഡൗൺ ആയിട്ടുള്ളത്. അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലായാലും 41%ൻ്റെയും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിൽ 54%ൻ്റെയും ഡിപ്പാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഓല ഇലക്ട്രിക് ഇപ്പോഴും ഒരു ലോസ് മേക്കിംഗ് കമ്പനിയായിട്ട് തന്നെ തുടരുകയാണ്. അത് ഇനിയും ഒരു പ്രോഫിറ്റിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ഹൈ റിസ്ക് സ്റ്റോക്കായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഷോർട്ട് ടേമിൽ ഇതിൻ്റെ ആ ഒരു വോളറ്റിലിറ്റി തീർച്ചയായിട്ടും ഇനിയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. 50 to 55 എന്നുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ, ആ ഒരു ലെവലിൽ ഈ സ്റ്റോക്ക് നിൽക്കാനാണ് സാധ്യത. അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ സ്റ്റോക്കിൻ്റെ ഡെലിവറി ടാർഗറ്റുകൾ, അതായത് ഇവരുടെ ഒരു പ്രോഫിറ്റ് ഇമ്പ്രൂവ് ആവണമെങ്കിൽ, ഇവരൊരു പ്രോഫിറ്റിലേക്ക് വരണമെങ്കിൽ ഇവർക്ക് മിനിമം ഇത്ര ഈ ഇലക്ട്രിക് സ്കൂട്ടറുകൾ വിൽപ്പന നടത്തേണ്ടതുണ്ട്. ആ ഒരു ടാർഗറ്റ് അവർ അച്ചീവ് ചെയ്യാത്തിടത്തോളം കാലം ഇവർക്ക് പ്രോഫിറ്റിൽ വരാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ആ ഒരു ഡെലിവറി ടാർഗറ്റുകൾ ഇവർ അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് നമ്മൾ ഈ സ്റ്റോക്കിനെ ട്രാക്ക് ചെയ്തുകൊണ്ട് മാത്രം ഈ സ്റ്റോക്കിൽ ഒരു ലോങ് ടേം എൻട്രി എടുക്കുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഇന്ന് നമ്മൾ മാർക്കറ്റിൽ കാണാൻ കഴിയുന്നത്, കുറേ ദിവസങ്ങളായിട്ട് നല്ല റാലി നടന്നുകൊണ്ടേയിരുന്ന നിഫ്റ്റി ഇന്ത്യ ഡിഫൻസ് സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകൾ, പ്രത്യേകിച്ച് നിഫ്റ്റി ഇന്ത്യ ഡിഫൻസ് ഇൻഡെക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ 1.16% അത് ഡൗൺ ആയിരുന്നു. ആ ഇൻഡെക്സിൽ 18 സ്റ്റോക്കുകളാണുള്ളത്. ഈ 18 സ്റ്റോക്കുകളിൽ 15 സ്റ്റോക്കുകളും ഇന്ന് ഡൗൺ ആയതായിട്ട് കാണാൻ പറ്റും. അതിലാകെ 3 സ്റ്റോക്കുകളാണ് ഇന്ന് അഡ്വാൻസ് ചെയ്തത്. അതൊന്ന് ഭാരത് ഡൈനാമിക്സും സെൻ ടെക്നോളജിയും സയൻറ്റ് DLM എന്ന് പറയുന്ന സ്റ്റോക്ക് മാത്രമാണ് ഇന്ന് അഡ്വാൻസ് ചെയ്തത്. അപ്പോൾ അവിടെ മേജറായിട്ടുള്ള ഒരു ഫോളോ നടന്നിട്ടുള്ളത് മസഗാൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് എന്നുള്ള ഡിഫൻസ് കമ്പനിയിലാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു എഫക്റ്റ് മറ്റ് ഷിപ്പിംഗ് കമ്പനികളിലേക്കും വന്നതായിട്ട് കാണാം. കൊച്ചിൻ ഷിപ്പ് യാർഡ് ആയാലും ഗാർഡൻ റീച്ച് ഷിപ്പ് ആയാലും അതിലൊക്കെ ഒരു ഫോൾ നമുക്കിന്ന് കാണാൻ കഴിയും. അപ്പോൾ മസഗാൺ ഡോക്കിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഇയർ ഓൺ ഇയർ സെയിൽസിൽ വെറും 2% ഗ്രോത്താണ് കാണുന്നത്. അതുപോലെ പ്രോഫിറ്റിൽ -50% ഒരു ഫോളാണ് നമുക്ക് കാണാൻ കഴിയുക. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും സെയിൽസിൽ നേരെ വർധനവ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. പ്രോഫിറ്റിലാണെങ്കിൽ -59% ഫോളും. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്ട് ചെയ്യാത്ത ഒരു റിസൾട്ടാണ്. അതിൻ്റെ ഭാഗമായിട്ട് വലിയൊരു ക്രാഷാണ് ഈ സ്റ്റോക്കിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ ഈ സ്റ്റോക്ക് വലിയ വാല്യൂഷനിൽ ട്രേഡ് ചെയ്യുകയാണ്. 55 മൾട്ടിപ്പിളാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു വാല്യുവേഷൻ റൈസ് ചെയ്യുന്നത് അത് ഒരു ഓവർ വാല്യുവേഷനിലേക്ക് പോകുമോ എന്നുള്ള ഒരു ഫിയർ, ആ ഒരു ഭയം നിലവിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ക്വാർട്ടർലി റിസൾട്ട് വന്നപ്പോൾ ആ ഒരു ഭയവും കൂടി ചേർന്നപ്പോൾ തീർച്ചയായിട്ടും അവിടെ നല്ല തോതിലുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങോ അല്ലെങ്കിൽ സെൽ ഓഫോ നടന്നിട്ടുണ്ടാവും. എങ്കിലും ഈ സ്റ്റോക്ക് ഇപ്പോഴും ബുള്ളിഷായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. കാരണം ഇതിൻ്റെ ഓർഡർ ബുക്ക് വളരെ സ്ട്രോങ് തന്നെയാണ് ഇപ്പോഴും. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ പോളിസി സപ്പോർട്ട് ഇത്തരം സ്റ്റോക്കുകൾക്കുണ്ട്.
കൂടാതെ കപ്പാസിറ്റി എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ട് കുറേ എക്സ്പാൻഷൻ പ്ലാനുകൾ ഈ കമ്പനികളിലുണ്ട്. കൂടാതെ ഡിഫൻസ് സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ ആ ഒരു സെക്ടറിൽ ഗവൺമെൻറ് ഇനിയും സ്പെൻഡിങ് വരാനുള്ള സാധ്യതകൾ എപ്പോഴും ഉണ്ട് താനും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് നമുക്ക് അതിൻ്റെ ഡിപ്പിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന ഒരു രീതി ഫോളോ ചെയ്യുന്നത് നല്ലത്. കാരണം ഇത്തരത്തിലുള്ള ഹെൽത്തി കറക്ഷൻ വരുമ്പോഴാണ് ഈ സ്റ്റോക്കുകൾ യഥാർത്ഥത്തിൽ എൻ്റർ ചെയ്യേണ്ടത്. ഇതിൻ്റെ സപ്പോർട്ട് ലെവൽ 3000-3300 എന്ന ലെവലിൽ നമുക്കൊരു അക്യുമുലേഷൻ നടത്താവുന്ന ഒരു സ്റ്റോക്കാണിത്. ഇനി കൂടുതൽ താഴോട്ട് പോകുകയാണെങ്കിൽ 2500-2800 എന്ന ലെവലും ഒരു അക്യുമുലേഷൻ സ്റ്റേജ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് മൊത്തത്തിൽ പറയാനുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ കമൻറ്റുകൾ, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.